ഗൈസ് അവര് വേറെ ചതിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു വരുമെന്ന്, പക്ഷെ വന്നില്ല. അവൻ എപ്പോഴെങ്കിലും എന്റെ വീഡിയോ കാണും. Hello guys, welcome back to our YouTube channel. Hello guys, welcome back to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നെസ്റ്റോയിലേക്കാണ്. യെസ്, പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട്. ലുലുവിന്റെ ഓപ്പോസിറ്റ് പുതിയൊരു നെസ്റ്റോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാൻഡിന് ഒരു ഇളക്കം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ നെസ്റ്റോയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ബൈ. ഇതാണ് ഗൈസ് നമ്മുടെ ലുലു, നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നെസ്റ്റോ. ഞാൻ ആരുമായിട്ടായി. വരൂ ഗൈസ് വരൂ, വെൽക്കം ബാക്ക് ടു. അയ്യോ, നമ്മൾ ആക്ച്വലി ഫുഡിന്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നാണ് ഇത്. പക്ഷെ ഡ്രസ്സിന്റെ കളക്ഷൻ കണ്ടപ്പോൾ നമ്മൾ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പൂവാല ശല്യന്മാരൊക്കെ ഉണ്ട് പറയില്ല. അപ്പൊ തുടങ്ങല്ലേ? ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി എടുക്കാം. മലബാർ പപ്പടം. നമുക്ക് കുറച്ച് ഹെൽത്തിയുടെ പാതയിലോട്ട് കുറച്ച് ചീര എടുക്കാം. നമ്മളെപ്പോഴും സ്റ്റോയിൽ വരുമ്പോഴും റിയേനെ വാങ്ങി നോക്കുന്ന ഒരു ചെക്കൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവൾ വന്നു എന്നുള്ളത്. പക്ഷെ അവൻ ഇതുവരെയായിട്ട് നമ്മൾ താഴത്തേക്ക് വന്ന് കണ്ടില്ല. അപ്പം അതിൻ്റെ വിഷമത്തിലാണ്. റിയ കാണിച്ചു തരാം കേട്ടോ. എന്താ വിഷമം മുഖത്ത്? കണ്ടില്ലല്ലോ. സാരില്ലേ വരും. ക്യാരറ്റുകൾ എടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. ചിലർ അമ്മയൊക്കെ ഫോൺ വിളിക്കുമ്പോൾ പറയും ഇത് ഇവിടെ കിട്ടും, ഇത് ഇവിടെ കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. നമ്മളിത് നോർമലി മന്ത്ലി 2 ടൈമായിട്ട് നമ്മൾ മെസ്സിലൊന്നും അല്ല, നമ്മളിതുപോലെ സ്വന്തമായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം ഈ പച്ചക്കറി എല്ലാം നല്ല ഫ്രഷും ആയിരിക്കും. അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. നല്ല രസമാണ് ഇവിടെ തക്കാളിയൊക്കെ ഇങ്ങനെ കാണാനൊക്കെ. മതിയിട്ട് കിറ്റ് പൊട്ടി പോവേ. നല്ല ഉണ്ട പേരക്ക. സവാള എത്ര ഉണ്ടെങ്കിലും ഈ ചെറുള്ളിയുടെ ഒരു ടേസ്റ്റ് വേറെ തന്നെ നമ്മൾ കറിയിലിടുമ്പോൾ. സോ ഇതെല്ലാം ഇവിടെ കിട്ടും. ഇത് നിങ്ങൾ നമ്മുടെ നാട്ടില് സത്യം പറഞ്ഞാൽ എല്ലാരും കളയുന്ന സാധനമാണ് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഒരു ദിവസം ട്രൈ ചെയ്യണം നമുക്ക്. കോഴിയുടെ കാല്. നമ്മുടെ നാട്ടിൽ ഇത് ഫുള്ള് കോഴിയുടെ കാല് കളയും. ചിക്കനൊക്കെ നമ്മൾ ഫ്രഷ് തന്നെ മേടിക്കുന്ന ഫസ്റ്റ് പീസ് ആണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ നല്ല ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഈ ചിക്കൻ കഴുകി മസാലയൊക്കെ ഇട്ട് വെക്കണം. പക്ഷെ ഇവര് നമുക്ക് മസാലയൊക്കെ ഇട്ട് തരും. നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ച് കറി വയ്ക്കൊക്കെ ചെയ്താൽ മതി. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇവിടെയൊക്കെ ഗാർലിക്ക് തൊലി പൊളിച്ച് വരെ നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ട എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വാങ്ങിയാൽ മാത്രം മതി. സാധനങ്ങളൊന്നും തൂക്കിയിട്ടില്ല മോളെ. വരൂ നമുക്ക് തൂക്കാം. ഇവിടെ ഇങ്ങനെയാണ് തൂക്കിയിട്ടൊക്കെയാണ് കൈസ് എടുക്കുന്നത് പിടിക്കുന്നൊക്കെ. നമ്മൾ പോകാൻ പോകുന്നത് മെയിൻ സംഭവം. വിശക്കുന്നു. സ്വീറ്റ്സ് മാത്രമല്ല, ഏത് വാങ്ങും? ദിസ് ഈസ് ചിക്കൻ ലോലിപോപ്പ്. ഈ ഒരു കോഴി പറഞ്ഞാലോ? മൊത്തം കഴിക്കോ? ഇപ്പൊ ഫുള്ള് കഴിക്കും. വിശക്കുന്നു. വിശന്നിട്ട് പറയണല്ലേ. അങ്ങനെ കാത്തിരുന്ന് എന്നെ ചതിച്ചു ഗൈസ്. അവരിതുപോലെ വേറെ ചതിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു വരുമെന്ന്, പക്ഷെ വന്നില്ല. ചേട്ടാ ഈ ചിക്കൻ എടുത്തോ. ഈ ചിക്കൻ അത് ഫുള്ള് കഴിച്ചാ? മറന്നുപോയി നിമിഷം. സോ ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതായത് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ഇവർക്ക് ഇതിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട്, ആരും വരില്ല നമുക്ക്, നമ്മൾ സ്വന്തമായിട്ട് ചുമക്കണം. വരൂ.
അങ്ങനെ നമ്മൾ റൂമിലെത്തി, ഇനി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.